ഇത് മാസ് മോട്ടോഴ്സിസാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബുകളിൽ പറഞ്ഞവർക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. സെൽഫ് ചെക്കപ്പ്, അതേപോലെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ലീക്ക് ഉണ്ട്, എയർ ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, പിന്നെ എക്സ്ട്രാ ലൈറ്റൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുന്ന ദിവസം പറഞ്ഞാണ്. ജനറൽ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അത് സർവീസിൻ്റെ ഭാഗമായിട്ട് അയച്ചതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ ആയാലും ഉപയോഗിക്കാനുണ്ട്. ചെയിൻ ചെറിയൊരു ലൂസ് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2025 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി മേടിക്കണേ. 12 വോൾട്ട് 7 ആമ്പിയർ ബാറ്ററി ഉണ്ട്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.67 വരെ വന്നിട്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓൾറെഡി സെൽഫിൻ്റെ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വന്നത് സെൽഫിൻ്റെ ഓൾറെഡി കാർബൺ തീർന്നു പോയിട്ടുണ്ട്. അതായത് സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് തേയ്മാനം വന്നിട്ട് തീർന്നു പോയേക്കണാണ് സെൽഫ് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കാർബൺ മാറ്റിയിട്ട് സെൽഫ് മോട്ടർ വർക്ക് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിനുണ്ടല്ലോ ഈ ആർമേച്ചർ യൂണിറ്റ് തേയ്മാനം വന്നേക്കണത് കൊണ്ട് തന്നെ ഒരു മൂളിച്ച സൗണ്ട് വരും. ആ സെൽഫ് അടിക്കുന്ന സമയത്ത് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ സൗണ്ടിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും. കാരണം ആ രീതിയിലാണ് ഇത് തേയ്മാനം വന്നേക്കണേ. അപ്പോൾ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണതിന് കാർബൺ മാറ്റിയിട്ടാൽ മതി. പക്ഷേ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ അസംബ്ലിയെപ്പാടി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, റിപ്പയർ ചെയ്യണോ ഇനി അതല്ലെങ്കിൽ മാറ്റി പുതിയത് വെക്കണോ എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. റിപ്പയർ ചെയ്ത് വരുമ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ കാർബണും സർവീസ് ചാർജ് അടക്കം ചെയ്ത് വരുമ്പോൾ 500 കൊടുത്താൽ നമുക്ക് ചിലവ് തന്നെ. പുതിയത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2000 രൂപ മുകളിൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പുതിയത് വെക്കുമ്പോൾ വേറെ സൗണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ റിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എരമ്പൽ സൗണ്ട് പോലെ വരും. അത്രയും ഡിഫറൻസേ വരുള്ളൂ. സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പുതിയ പ്ലഗാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കേബിൾ ഐറ്റംസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ആക്സിലേറ്ററുകളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്കപ്പാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവൊന്നുമില്ല, കളറും വലിയ കാര്യമായിട്ട് മാറിയേക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നിലവിൽ വണ്ടിയുടെ ഓയിൽ മാറ്റാറായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കളർ നോക്കി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് ക്ലിയർ ആവില്ല. കാരണം കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് കാര്യമായിട്ട് മാറില്ല. പക്ഷേ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ മാറ്റി കളയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇത് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഓയിലും മാറ്റി കളയാം. ഇപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, കാരണം എനിക്ക് അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കളറിൽ വലിയ വേരിയേഷൻ തോന്നണില്ല. അതുകൊണ്ടാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താത്തത്. നേരെ മറിച്ച് 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റി കളഞ്ഞോളാം. അത് ആ രീതിയിൽ പറഞ്ഞോളാം കേട്ടോ, പറഞ്ഞ് മാറ്റിക്കണം. പിന്നെ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർക്കിൻ്റെ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് അഴിച്ചാനാണ്. ശരിക്കും നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ തീരെ മോശാവസ്ഥയിലായിട്ട് ലീക്ക് ആയേക്കണതല്ല. ഈ ഓയിൽ സീൽ കാര്യമായിട്ടുള്ള രീതിയിൽ തേയ്മാനം വന്നിട്ടില്ല. പക്ഷേ ഓയിൽ സീലിൻ്റെ പ്രശ്നമല്ല 100%. ഈ ഫോർക്ക് പൈപ്പിനും ചെറിയ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ലീക്കേജ് കാണിച്ചേക്കണത്. ഇപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഈ ഓയിൽ സീലും മാത്രം, ഓയിൽ സീലും ഡസ്റ്റ് സീലും മാറ്റി ഓയിലും മാറ്റി റീസെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റി റീസെറ്റ് ചെയ്യാം. ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് 100% അവിടെയായിട്ട് മാറിപ്പോകുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഓയിൽ സീൽ മാത്രം മാറ്റുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഓയിൽ സീലിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തീരുമ്പോൾ ഓയിൽ ലീക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. കാരണം ഓയിൽ സീലിൻ്റെ അതിൻ്റെ ഉള്ളിൽ വന്ന സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോലെ ഇരിക്കും അതിൻ്റെ പവർ. അപ്പോൾ അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, വരുന്നല്ല പക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റേതായിട്ടുള്ള തേയ്മാനം ഫോർക്ക് പൈപ്പിനുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അതും നമ്മുടെ അടുത്തൊന്ന് പറയണം. ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഫോർക്കിൻ്റെ ഓയിൽ സീൽ മാത്രം മാറ്റി ചെയ്യണത് എത്രയാണോ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വേണം ഈ 2 കേസും എൻ്റെ അടുത്ത് പറയണം. അതായത് ഫോർക്ക് പൈപ്പ് എന്താ ചെയ്യേണ്ടത് ഇത് തന്നെ ഇട്ടാൽ മതിയെങ്കിൽ ആ രീതിയിൽ പറയണം. മോട്ടറിൻ്റെ കേസും അത് തന്നെയാണ്. ഇനി അതല്ല രണ്ടും മാറ്റിയാണ് ചെയ്യേണ്ടതെങ്കിൽ ആ രീതിയിലും പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണലായിട്ട് പറയാം. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു ലൂസൊക്കെ ഉണ്ട്, അത് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ലൈറ്റ് അഴിക്കുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ആ എഞ്ചിൻ്റെ ഉള്ളിൽ വന്നൊരു ക്യാം ചെയിൻ ഉണ്ട്. നമ്മുടെ സാധാരണ ഡ്രൈവ് ചെയിൻ പോലെ തന്നെയാണ് ഇത്. നമ്മൾ മാനുവലായിട്ട് ഓരോ പ്രാവശ്യവും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണത്. അതിൻ്റെ ടെൻഷൻ കുറയുമ്പോഴാണ് ആ സൗണ്ട് വ്യത്യാസപ്പെട്ട് തന്നെ.
ആരംഭമാണ്. കൈയോടെ നമുക്കത് മാറ്റിയിടാണെങ്കിൽ അത് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് ചെയിൻ മാക്സിമം ലൂസായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും, കുറേ നാളത്തേക്ക് ഓടിക്കോളും, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണുണ്ട് കേട്ടോ. ബ്രേക്ക് പാഡ് ഫ്രണ്ടിലത്തെ ഈ ഒരു ബ്രേക്ക് പാഡ് ഈ സൈഡ് ചെറിയൊരു ഹോളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ ഈ സൈഡ് ഒട്ടിക്കുന്ന ഭാഗത്ത് വന്നൊരു ചെറിയ എയർ ഗ്യാപ്പാണ്. നിലവിൽ പ്രോബ്ലം ഇല്ല, ഉപയോഗിക്കാനുണ്ട്, ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞോളൂ. മാക്സിമം തീർന്നിട്ട് ബ്രേക്ക് പാഡൊക്കെ മാക്സിമം തീർന്നിട്ട് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട്. അതിനകത്ത് ഫോർക്ക് പൈപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, സെൽഫ് മോട്ടർ ഉൾപ്പെടുത്തിയിട്ടില്ല, രണ്ടും റിപ്പയറിംഗ് ആണ് കാണിച്ചേക്കണേ. അത് ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.